ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. ഇത് എല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് ഉപയോഗിക്കുവാൻ പറ്റിയ ഒരു വാക്യമാണ്. ഈ ആപ്തവാക്യം പറയുന്നത് രാവണനോട് കുംഭകർണനാണ്. സീതാദേവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ശ്രീരാമചന്ദ്രനും സൈന്യവും വരുന്നു എന്നറിയുമ്പോൾ രാവണൻ തൻ്റെ ഉപദേഷ്ടാക്കളെ വിളിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉപദേഷ്ടാക്കൾ പറയുകയാണ്, അങ്ങ് ത്രിലോകങ്ങളും ജയിച്ച വലിയ വീരശൂര പരാക്രമിയല്ലേ, പിന്നെ ഒരു മനുഷ്യനെ ചൊല്ലി അങ്ങ് എന്തിനു വിഷമിക്കുന്നു, അങ്ങ് ധൈര്യമായിരിക്കൂ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതേ വിവരം തന്നെ തൻ്റെ രക്തബന്ധുക്കളായ സഹോദരങ്ങളെ വിളിച്ച് കുംഭകർണനോടും വിഭീഷണനോടും അദ്ദേഹം ആരായുമ്പോൾ അവർ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വരാഴികൾ പറഞ്ഞു കൊടുക്കുന്നു. സീതാദേവിയെ രാമന് മടക്കിക്കൊടുത്ത് ആ പാദങ്ങളിൽ വീണ് മാപ്പിരക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വംശവും എല്ലാം മുടിഞ്ഞു പോകും, എല്ലാം നശിച്ചു പോകും. ആ കാര്യം രാവണൻ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ സ്വന്തം രക്തബന്ധുക്കൾ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കത് ഇഷ്ടവാക്യമാകുകയില്ല. പക്ഷേ ഇഷ്ടം പറഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമ്മുടെ നാശത്തിനാണ് നമ്മളെ വഴിതെളിച്ചു വിടുന്നതെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് രാമായണം നമുക്ക് നൽകുന്ന പാഠം.